നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരിമാർക്കും പ്രഭാതവേളയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം കൊടുത്തുന്ന ദൈവത്തെ സ്തുതിക്കാം. നാം ഈ 2 ദിവസം ചിന്തിക്കുകയുണ്ടായി, യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കുക. ഹോശയ്യ 6:3 ആധാരമാക്കിയാണ് നാം ചിന്തിച്ചത്. എന്തുകൊണ്ട് നാം ദൈവത്തെ അറിയുവാൻ ഉത്സാഹിക്കണം? നമ്മെ തിരഞ്ഞെടുത്ത് നമ്മെ തേടി വന്ന് നമ്മളുള്ള സ്നേഹത്തെ ക്രൂശിൽ കാണിച്ച കർത്താവ്, അതുപോലെ തന്നെ നമ്മുടെ ദൈവം അത്യുന്നതനായതിനാൽ നാം അവനെ അറിയണം. നമ്മുടെ ദൈവം അത്യുന്നതനാണ്, സർവഭൂമിക്കും മീതെ എന്നേക്കും അത്യുന്നതനാണ്. ആ ദൈവത്തെ അറിയുവാൻ നാം ഉത്സാഹമുള്ളവരായിരിക്കണം. അറിഞ്ഞ കർത്താവിനെ നാം ഭയപ്പെടണം, ആരാധിക്കണം, മഹത്വപ്പെടുത്തണം. രണ്ടാമത്തെ നമ്മുടെ പോയിൻ്റ്, അവന് തുല്യമായി മറ്റാരും ഇല്ലാത്തതിനാൽ നാം അവനെ അറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മെ തേടിയെത്തിയ കർത്താവിന് തുല്യമായി മറ്റാരുമില്ല എന്ന് നാം വളരെയധികം അറിയേണ്ട ആവശ്യമാണ്. നാം യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കുക. പുറപ്പാട് 15:11 അവൻ സ്തുതികളിന്മേൽ വസിക്കുന്ന ഭയങ്കരനും തീഷ്ണതയും ദഹിപ്പിക്കുന്ന അഗ്നിയുമായിരിക്കുന്ന ദൈവമാണ്. അപ്പോൾ തന്നെ സ്നേഹവും മനസ്സലിവും ദീർഘക്ഷമയും കരുണയും മഹാകൃപയുമുള്ള ഉന്നതനായ ദൈവമാണ്. ഈ ദൈവത്തെപ്പോലെ അല്ലെങ്കിൽ ഇതിന് തുല്യമായി മറ്റാരുമില്ല. അതുകൊണ്ട് നാം ഈ യഹോവയെ അറിയണം. പുറപ്പാട് 15:11 നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആർ. നാം വായിച്ച വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, നമ്മുടെ ദൈവത്തെ പോലെ ഞാനും നിങ്ങളും അറിഞ്ഞ ദൈവത്തിന് തുല്യമായി മറ്റാരുമില്ല. നമ്മുടെ ദൈവം ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആർ. നമ്മുടെ കർത്താവിന് തുല്യമായി, നമ്മുടെ ദൈവത്തിന് തുല്യമായി മറ്റാരുമില്ല. നമ്മുടെ ദൈവം എബ്രായർ കാണാനായിട്ട് സാധിക്കും. 12:29 കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതോടൊപ്പം തന്നെ ദീർഘക്ഷമയും സ്നേഹവും കരുണയും മഹാകൃപയുമുള്ള ഉന്നതനായ ദൈവമാണ്. ഈ ദൈവത്തെപ്പോൾ തുല്യനായി ആരുമില്ല എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആവർത്തനത്തിലും അതുപോലെ എബ്രായറിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവന് തുല്യമായി മറ്റാരുമില്ല, എനിക്ക് മുമ്പേ ഒരു ദൈവവുമില്ല, ശേഷവുമില്ല, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ മറ്റൊരു രക്ഷിതാവില്ല. യെശയ്യാവ് 43:10-11, 44:45, 40-72 വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം അവൻ്റെ കൈക്കൽ ആടുകളാണ്. സങ്കീർത്തനം 100 നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൻ സകല ദേവന്മാരെക്കാൾ ശ്രേഷ്ഠൻ, ഏറ്റവും വലിയവൻ, അത്യന്ത ശുദ്ധനാണ്. അവൻ നമ്മെ തനിക്ക് നിക്ഷേപമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. സങ്കീർത്തനം 135:4-5, യെശയ്യാവ് 33:5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ കർത്താവ് എത്ര ശ്രേഷ്ഠമേറിയ, ആ ദൈവത്തിന് തുല്യമായി മറ്റാരുമില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ സൃഷ്ടിയുമൊക്കെ ആരുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. അത്രമാത്രം ഉയരങ്ങളിലാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെ നാം കൂടുതലായിട്ട് അറിയുവാൻ ഉത്സാഹമുള്ളവരായിരിക്കണം. 1 പത്രോസ് 1:18 നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ഈ ലോകത്തിന് വലുതെന്ന് കരുതുന്നതല്ല, അതിലും വലുത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ആ ദൈവത്തെ നമുക്ക് കൂടുതൽ അറിയാൻ നാം ഉത്സാഹമുള്ളവരായിരിക്കണം. ദൈവം നമ്മെ പ്രിയപ്പെട്ടു, നമ്മോട് മനുഷ്യപ്രീതി തോന്നി, തൻ്റെ കൃപയാൽ തിരഞ്ഞെടുത്ത്. തീത്തോസ് 3:4-5 നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ദൈവം അവൻ മാത്രം ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ പരിശുദ്ധ ദൈവം. യെശയ്യാവ് 57:15 അവൻ മഹാദൈവം. നമ്മുടെ ദൈവത്തെ പറ്റി പഠിക്കുമ്പോൾ വചനം പറയുന്നത്, അവൻ അത്യന്ത സ്തുത്യനും ഭയപ്പെടുവാൻ യോഗ്യൻ, അവൻ ഭയങ്കരൻ, അവനിൽ നിത്യദൈവം, അവൻ സർവ്വസൃഷ്ടിക്കും ആരംഭം. സൃഷ്ടി ഓരോന്നിനെയും അവൻ പേർ ചൊല്ലി വിളിച്ച് സംഖ്യാക്രമത്തിൽ നടത്തുന്നു. അവന് തുല്യമായ സർവശക്തനായ
ഒരു ദൈവം വേറെയില്ല. ദിനവൃത്താന്ത യെശയ്യാവ് തുടങ്ങിയ പുസ്തകങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മുടെ ദൈവത്തിന് തുല്യമായി വേറെ ആരുമില്ല. നമ്മെ പേർ ചൊല്ലി വിളിച്ച് നമ്മുടെ സംഖ്യയ്ക്കൊത്തവണ്ണം നമ്മെ നടത്തുന്നൊരു കർത്താവാണ്. അത് വേറൊരു പ്രത്യേകത, എബ്രായർ 13:8, അവൻ ഇന്നുമെന്നും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണ്. എന്നും മാറാത്ത ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെ നമുക്ക് വേണ്ടി നമ്മെ പേർ ചൊല്ലി നമ്മുടെ പേരറിയുന്ന നമ്മെ അറിയുന്ന ഈ കർത്താവിനെ, എന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന ഈ കർത്താവിനെ നാം അറിയുവാൻ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ.